ഹലോ ഗൈസ്, ജമനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വർഷം വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി സച്ചിയേട്ടൻ്റെ നിരപരാധിത്വം തെളിയുന്നത് വരെ ചേച്ചിയുടെ മനസ്സ് നീറുകയായിരുന്നല്ലേ എന്ന്. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വർഷമെന്ന് രേവതി പറയാം. അന്നേരം സച്ചി നോക്കുന്നുണ്ട് കേട്ടോ രേവതിക്കിട്ട്. അന്നേരം പറയാം, എനിക്കറിയാം ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ചേച്ചി എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടായിരുന്നെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് സച്ചിക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശരത്ത് എന്ന് ആൻ്റണിയെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക ല്ലോ. അന്നേരം അവിടെ ചെന്ന് പോലീസുകാരനോട് പറയുന്നുണ്ട് ആൻ്റണി ചേട്ടനെ ഒന്ന് കാണണമെന്ന്. കണ്ടോളാൻ പറഞ്ഞ് വിടുമ്പോഴത്തേന് ഇവർ ലോക്കപ്പിൽ ചെന്ന് ആൻ്റണിയെ കാണും. അപ്പോൾ ആൻ്റണി എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ശരത്തെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. ഞാൻ ആ വീഡിയോ പിടിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. അന്ന് അങ്ങനെ ചെയ്തപ്പോഴത്തേന് സച്ചി മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ ഞാൻ അവനെ ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചല്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോടാ? നിൻ്റെ ചേച്ചിക്ക് അപമാനം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരത്തേന് ശരത്ത് അതെല്ലാം വിശ്വസിച്ച് അങ്ങ് നിൽക്കുകയാണ്. എന്നെ പറയും, എടാ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സജിത്തില്ലേ, അവൻ അതെല്ലാം എഡിറ്റ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞതായിരുന്നു അവനോട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. പക്ഷെ അവൻ കേട്ടില്ലടാ. അതുകൊണ്ട് ഇനി അവനെ 2 കൊടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന ചെറുക്കനോടും പറയുന്നുണ്ട്, എടാ നീ അവനെ ഒന്ന് കൈകാര്യം ചെയ്തേക്കണം കേട്ടോ. എടാ ശരത്തെ, നീ ഇനി വേണം ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ. അതുപോലെ തന്നെ ഞാനിനി ഇറങ്ങി വരുന്നില്ലടാ നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറയും. ഇല്ല ചേട്ടനെ ഞാൻ വിശ്വസിക്കാതിരിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ചേട്ടനെ ജാമ്യത്തിലിറക്കാൻ നോക്കാം കേട്ടോ എന്നൊക്കെ പറയും. എനിക്കറിയാതെ നീ സ്നേഹമുള്ളവനാണ്. ഞാൻ എന്തായാലും നിൻ്റെ ചേച്ചിയെ സങ്കടപ്പെടുത്തില്ല കേട്ടോ. നിൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയും അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ശരത്തിനെ അങ്ങ് സോപ്പിടുകയാണ് ആൻ്റണി. അതെല്ലാം വിശ്വസിക്കുന്നുണ്ട് ശരത്ത്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും കൂടെ ഒരു കാറൊക്കെ മേടിച്ച് വരുവാണ്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, നല്ല കാറല്ലേ ശ്രുതി, ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ടെന്നൊക്കെ പറയും. എന്നാലും നമുക്കിപ്പോൾ ഒരു കാറിൻ്റെ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാകുന്നേ? നമ്മൾ ഉടനെ തന്നെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങില്ലേ, അപ്പം നമുക്ക് കാറിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നമ്മൾ ഒരിടത്തോട്ടൊക്കെ ഇറങ്ങി ചെല്ലണമെങ്കിൽ കാറിലൊക്കെ ചെന്നാൽ മാത്രമേ നമുക്കൊരു വിലയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഇപ്പോൾ അമ്മയെ വിളിച്ചൊന്ന് പറയണം, നമ്മൾ ചെല്ലുമ്പോഴത്തേന് ആരതിത്തട്ടുമായിട്ട് വാതൊക്കെ വന്ന് നിൽക്കാനായിട്ട്. രേവതി സച്ചിക്ക് കാർ മേടിച്ച് കൊടുത്തപ്പോഴും സച്ചി രേവതിക്ക് സ്കൂട്ടർ മേടിച്ച് കൊടുത്തപ്പോഴൊക്കെ എന്തൊരു ആഘോഷമായിരുന്നു അവരുടെ. അത് കാരണം നമ്മൾ ഒട്ടും കുറയ്ക്കണ്ട, അമ്മയെ വിളിച്ച് ഇപ്പം തന്നെ പറഞ്ഞേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അന്നേരം തന്നെ ഫോൺ എടുത്തിട്ട് ശ്രുതി ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രമതി അപ്പം ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്താ എവിടെ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കും. അമ്മ ഞങ്ങളിത് ഈ ഗേറ്റിൻ്റെ അടുത്തോട്ട് വരികയാണ്, അമ്മ എത്രയും പെട്ടെന്ന് ആരതി തട്ടുമായിട്ട് വെളിയിലോട്ട് വരാൻ പറയും. എന്തിനാ ആരതി തട്ടെന്ന് ചോദിക്കും. എന്നാൽ പറയും, ഞങ്ങളൊരു കാറ് മേടിച്ചു, ആ കാറും കൊണ്ട് വരികയാണെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാറോ, ഞാൻ ഇപ്പം തന്നെ വരാം കേട്ടോ എന്ന് പറയും. എന്നാൽ വന്നേക്കാൻ പറഞ്ഞിട്ട് ഇവർ ഫോൺ വെക്കുകയാണ്. അന്നേരം ചന്ദ്രമതി ഫോൺ വെച്ചിട്ട് ഓടി വന്ന് എല്ലാവരോടും പറയും, എല്ലാവരും പുറത്തോട്ട് വാ, ശ്രുതി പുതിയ കാറ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേനും സച്ചി ചോദിക്കുന്നുണ്ട്, കാറോ? അവനെന്തിനാ ഇപ്പം പിറക്കാത്തിരിക്കുന്നതിന് കാറ്? അവന് വല്ല കളിപ്പാട്ടം മേടിച്ചാൽ പോരായിരുന്നോ എന്ന്? അതാകുമ്പോൾ വീട്ടിനകത്തിരുന്ന് ഓടിച്ച് കളിക്കാമല്ലോ എന്ന്. നീ പറയുന്ന പോലൊന്നും അല്ല, അവനെ ബിസിനസ് നടത്താൻ പോകല്ലേ, അപ്പോൾ അവനൊരു കാറൊക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് ചന്ദ്രമതി തട്ടൊക്കെ ആയിട്ട് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ അന്നേരം ഒന്നും ശ്രുതിയൊന്നും കാണുന്നില്ല. എന്നിട്ട് ഇവർ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോഴാണ് അവർ വരുന്നത്. വന്നു കഴിയുമ്പോൾ തന്നെ ശ്രുതി ഇറങ്ങി വന്ന് പറയുന്നുണ്ട്, അമ്മേതേ എൻ്റെ കാറ് കണ്ടോ, പുതിയ കാറാണോ എന്നുള്ള പരുവത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്നേരത്തേനുടനെ ചന്ദ്രമതി നേരത്തെ പറഞ്ഞായിരുന്നു ഇവർ പുതിയ കാറാണ് മേടിക്കുന്നത്, സച്ചി മേടിച്ച പോലത്തെ സെക്കൻഡ് ഹാൻഡ് കാറൊന്നും അല്ലെന്ന്. അന്നേരം ചന്ദ്രമതി ചോദിക്കും, മോനെ പുതിയ കാറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പറയാം, അല്ലമ്മ ഇത് സെക്കൻഡ് ഹാൻഡാ, പിന്നെ അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി നാളെ ഓടിയിട്ടുള്ളൂ, പിന്നെ 5 ലക്ഷം രൂപ ആയെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് എല്ലാവരും വന്ന് നോക്കിയിട്ട് പറയും, 5 ലക്ഷം രൂപയൊന്നും സച്ചി ചോദിക്കും. ഈ കാറിന് 5 ലക്ഷം രൂപയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഇത് കൂടിപ്പോയാൽ ഒരു 2.5 ലക്ഷം, അതിൽ കൂടുതലൊന്നും കാറിന് വില വരത്തില്ലെന്ന് പറയും. നീ പറയുന്ന പോലൊന്നും അല്ല, അതിനെക്കാട്ടും നല്ല കാറാണ്. ഇപ്പം ഈ വിലയ്ക്ക് ഞാൻ 5 ലക്ഷത്തിന് മേടിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഈ കാർ ഇപ്പം കൊടുത്താൽ പോലും 7 ലക്ഷം രൂപ കിട്ടുമെന്ന്. പിന്നെ 7 ലക്ഷം ഇപ്പം കൊടുത്താൽ നിനക്ക് കൂടിപ്പോയ ഒരു 2.5 ലക്ഷം, അതിൽ കൂടുതൽ കിട്ടത്തില്ല. നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ കാർ മേടിക്കാൻ പോയപ്പോഴെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാതാകുകയാണ്. 2.5 ലക്ഷത്തിൻ്റെ കാർ 5 ലക്ഷത്തിന് മേടിച്ച് 2.5 ലക്ഷം ഇപ്പം തന്നെ നഷ്ടമായില്ലേ, നീ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് നടത്തുന്നതെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും അങ്ങ് കളിയാക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് രേവതിയും വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, സച്ചിയേട്ടന് കാറൊക്കെ നോക്കി അറിയത്തില്ലേ? അന്നേരം പിന്നെ സച്ചിയേട്ടനെയും കൂടെ കാർ എടുക്കാൻ നേരത്ത് കൊണ്ടുപോയി കൂടായിരുന്നു എന്ന്. പിന്നെ ഇവനെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടല്ലല്ലോ ഇരിക്കുന്നത്, ഇവൻ പറയുന്നതൊക്കെ ചുമ്മാതാ, ഈ കാറ് നല്ല കാറാന്നൊക്കെ ഇവരെല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ശ്രീകാന്തും പറയും, പക്ഷേ നമുക്കും ഒരു കാറ് മേടിക്കണം, ഒരു സെക്കൻഡ് ഹാൻഡ് മേടിക്കാമെന്ന്. എന്നെ
വർഷ പറയും വേണ്ട, സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും കംപ്ലൈൻ്റ് ആകും, നമുക്ക് അതുകൊണ്ട് പുതിയത് മേടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് ഒരു സന്തോഷമൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കാറൊക്കെ നോക്കി ഇരിക്കുമ്പോഴത്തേന് രവി വന്ന് പറയുന്നുണ്ട്, എടാ കാറൊക്കെ മേടിച്ചു, പക്ഷേ നിനക്ക് ബിസിനസ്സൊന്നും ആയില്ലല്ലോ, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളെന്ന് പറയും. ആലോചിക്കുന്നതിന് മുമ്പേ കാറൊക്കെ മേടിച്ചോ, അതിങ്ങനെ കാശ് തീർക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ. എന്നിട്ട് പറയും, നീ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചു, ആ കാശ് നീ കൊണ്ട് കളയുകയും ചെയ്ത്, അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേന് ശ്രുതിക്ക് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അന്നേരം ചന്ദ്രമതി പറയും, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്ന് ഞാനൊന്ന് ഉഴിയട്ടെന്ന് പറഞ്ഞ് തട്ട വിട്ട് ഇവരെല്ലാം ഒഴിയാണ്. എന്നിട്ട് രേവതിയുടെ കയ്യിൽ ആ തട്ടം കൊടുത്ത് വിടും, അതുകൊണ്ട് കളഞ്ഞേച്ച് വരാനൊക്കെ പറഞ്ഞ് ശ്രുതി ഉടനെ പറയുന്നുണ്ട്, വാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് വർഷയും ചന്ദ്രമതിയൊക്കെ പിടിച്ച് നിർത്തും. എന്നിട്ട് രേവതിയും വാ എന്ന് പറയുന്നുണ്ട്. അപ്പം രേവതിയും ചേർന്ന് ഇവരുടെ കൂടെ സെൽഫിക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നിർത്തിയ ഉടനെ ശ്രീകാന്ത് പറയും, നമുക്കൊരു ചിലവ് ചെയ്യിപ്പിക്കണ്ടേ ഇവനെ കൊണ്ടെന്ന് പറയും. അത് വേണമല്ലോ, അവനിങ്ങ് വരട്ടെ എന്ന് പറയും. ഇവരെല്ലാം അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേന് സച്ചിൻ ശ്രീകാന്തോട് ചെന്നിട്ട് ശ്രുതിയെ ഇങ്ങനെ പിടിക്കുന്നിട്ട് പറയും, കാറൊക്കെ എടുത്ത സ്ഥിതിക്ക് ഒരു ചിലവൊക്കെ ചെയ്യണ്ടേ, ഇത്ര നാൾ നീ ഞങ്ങളൊക്കെ മേടിക്കുന്നത് കഴിച്ചുകൊണ്ടിരുന്നതല്ലേ, ഇനിയിപ്പോൾ ഒരു ബിയർ മേടിച്ച് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇനിയിപ്പം മേടിച്ച് തരാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് കയറി പോവുകയാണ് ശ്രുതി. ഉടനെ ഇവർ പറയും, എന്തായാലും മേടിച്ച് തരുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വൈകിട്ട് ഇവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശ്രുതി ഒരു വിധത്തിൽ 3 ബിയറൊക്കെ ആയിട്ട് വരും. എന്നിട്ട് പറയും, എന്താ താമസം എന്ന് ചോദിക്കുമ്പോൾ, ഇത് ഇവിടെ കൊണ്ടുവരാൻ പെട്ട പാട് എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയും. എന്നിട്ട് ഇവരെല്ലാവരും കൂടി അത് കുടിക്കാൻ തുടങ്ങുന്ന സച്ചി പറയും, എനിക്ക് വേണ്ടെന്ന്. അതെന്താ ഏട്ടൻ കുടിക്കുന്നില്ലെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. വേണ്ടടാ വേണ്ട, ഞാൻ കഴിഞ്ഞ ദിവസം കുടിക്കാതിരുന്നിട്ട് പോലും കുടിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ഓരോന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ഇനിയും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ കൂടെ അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് ടച്ചിങ്സ് ഒന്നും മേടിച്ചില്ലെന്ന് ചോദിക്കും. അതിന് അവൾ ഈ ബിയർ മേടിക്കാനുള്ള പൈസയെ തന്നുള്ളൂ, മറ്റേ പൈസയൊന്നും തന്നില്ല, എൻ്റെ അക്കൗണ്ടിലാണെന്ന് പറഞ്ഞാൽ പോലും അവൾ എനിക്ക് കഴിഞ്ഞ ദിവസം അല്ലേ പൈസ തന്നെന്നൊക്കെ ചോദിക്കും. അങ്ങനെ എന്നാ പറയുന്നത്, നിൻ്റെ അമ്മായിയപ്പം നിനക്ക് തന്ന പൈസ ഇല്ലായിരുന്നു, അപ്പം പിന്നെ നിനക്ക് ചിലവാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അത് ഞങ്ങൾക്ക് ബിസിനസ് നടത്താനുള്ള അല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് നീ എന്ത് ബിസിനസ്സാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഇവർ രണ്ടുപേരോട് നിന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്ത് ബിസിനസ്സാണ് പുതിയതായിട്ട് നമുക്കൊരു ഹോട്ടൽ ബിസിനസ് നടത്തിക്കൂടെയെന്ന്. അതിന് നിനക്ക് ഷെഫാകാനല്ലേ എന്ന് പറയും. ഇനി അത് പറഞ്ഞാൽ മതി, അങ്ങനെയൊന്നും ഇല്ല, അത് നല്ല ലാഭമുള്ളതെന്ന് പറയും. എനിക്ക് വേണ്ട, ചിലർ പറയും അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞൊക്കെ പ്രശ്നമാകുകയില്ലെന്ന് ചോദിക്കും. എന്നാൽ പിന്നെ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങാമെന്ന് പറയും. വേണ്ട, ഇപ്പോൾ ആൾക്കാർ മുഴുവൻ ഇപ്പം ഓൺലൈനായിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സച്ചിൻ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു പച്ചക്കറി കട തുടങ്ങാമെന്ന് പറയും. പച്ചക്കറി കടയോ, അതൊന്നും എൻ്റെ ബിസിനസ്സിന് പറ്റിയ കേസല്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും തുടങ്ങണം എന്ന് പറഞ്ഞ് ഇവർ പല ബിസിനസ്സും പറഞ്ഞിട്ടും അവസാനം സച്ചിക്കൊന്നും പറഞ്ഞതൊന്നും ശ്രുതി സമ്മതിക്കുന്നില്ല, ഏത് ബിസിനസ് വേണമെന്നുള്ള കാര്യം. അപ്പോൾ സച്ചി പറയും, ഇവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ദേഷ്യം കയറുമെന്ന് പറഞ്ഞിട്ട് ആ ബിയർ കുപ്പി എടുത്ത് ശ്രുതിയുടെ തലക്കെട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ശ്രീകാന്ത് അത് മേടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേന് എല്ലാവരും കൂടെ പറയും, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാശ് തീരത്തേ ഉള്ളൂ, അല്ലാതെ ഇവൻ ഒരു ബിസിനസ് ഇതുവരെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.